നമസ്കാരം, വീട്ടമാസിലേക്ക് വീണ്ടും. ഇന്ന് നമ്മൾ വീട്ടമാസിൻ്റെ എപ്പിസോഡിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ചിക്കൻ കുറുമയാണ്. ചപ്പാത്തിക്കും നാനിനും അപ്പത്തിനും പത്തിരിക്കും ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 350 ഗ്രാം ചിക്കനാണ്. എല്ലോട് കൂടിയ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകുക. തൈരും വിനാഗിരിയും ഒക്കെ ഒഴിച്ച് കഴുകി അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ട്, ചിക്കൻ്റെ ഒരു മണമുണ്ട്, അതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുക. 1 മണിക്കൂറിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് ഒന്ന് പൊട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിവിടെ സവോള ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 സവോള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലെ സവോളയായിരുന്നു. ഇത് നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ പച്ചമുളക് എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പച്ചമുളകും കുരുമുളകും ഇപ്പോൾ കിട്ടുന്ന ഒരു സൈസ് പച്ചമുളക് ഭയങ്കര എരിവാണ്. അപ്പോൾ ഇത് എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റാം. ഉപ്പ് ചേർക്കുമ്പോൾ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഒന്ന് വഴണ്ട് ഒന്ന് മൂത്തൊക്കെ വരും പെട്ടെന്ന്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ഗരം മസാല നിങ്ങൾക്ക് ചേർക്കാം. ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് വഴറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വാടിയിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഒരുപാടൊന്ന് കരിഞ്ഞൊന്നും പോകരുത്, എന്നാൽ നന്നായിട്ടൊന്ന് വെന്ത് മൂക്കാറാകുന്ന ആ ഒരു സ്റ്റേജിലോട്ട് വരണം. ഇനി ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാനായിട്ട്. കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനിലും നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ചിക്കൻ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കനിന് കാര്യമായിട്ട് വെള്ളമൊന്നും ഇറങ്ങി വന്നിട്ടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാലും 2-ാം പാലും വേണം. അപ്പം ഞാൻ 2-ാം പാലാണ് എടുത്തിട്ടുള്ളത്. 2-ാം പാല് ഒരു 1.5 ഗ്ലാസോളം 2-ാം പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ചിക്കനിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അളവൊന്ന് കുറയ്ക്കാം, 1 ഗ്ലാസ് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഇതിൽ കിടന്ന് വേണം ചിക്കൻ വേകാനായിട്ട്. അപ്പോൾ ഒന്ന് മീഡിയം സിം ആ ഒരു റേഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് അടിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ സൈഡിലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അത് നമ്മുടെ കാഷ്യൂ അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളത്തിലാണ് ഞാൻ കുതിർക്കാൻ ഇട്ടിരുന്നത്. ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കഴുകിയ കാഷ്യൂ ആയിരുന്നു കുതിർക്കാൻ ഇട്ടത്. ഇനി നമ്മുടെ ആ ചാറൊക്കെ കുറുകിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചത് ഒഴിച്ചു കൊടുക്കുക. അണ്ടിപ്പരിപ്പ് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലൊന്ന് ചേരട്ടെ, ഇതെല്ലാം ഒന്ന് പിടിച്ച് വരട്ടെ. നമുക്ക് വീണ്ടും അടച്ചിട്ട് ഒരു സിമ്മിൽ ഒരു 10-15 മിനിറ്റോളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുന്ന ഒരു സ്റ്റേജായി. ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് നമ്മളിങ്ങനെ സ്പാറ്റിൽ വെച്ചിട്ടൊന്ന് ഞെക്കി നോക്കുമ്പോഴത്തേക്ക് ചിക്കൻ ഇങ്ങനെ കഷ്ണങ്ങളിങ്ങനെ പൊടിഞ്ഞു വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചിക്കൻ വെന്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇത് നോക്കിക്കുക, ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കുർമയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1-ാം പാല് ഞാനൊരു 3/4 ഗ്ലാസോളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തീ അധികം നമ്മൾ ഇത് തിളയ്ക്കാൻ പാടില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ, അപ്പം നമ്മൾ സിമ്മിലായിട്ടേക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം.
മല്ലിയില താല്പര്യമില്ലാത്തവർ മല്ലിയില ഇടണം എന്നൊന്നുമില്ല. പക്ഷെ മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇട്ടോളൂ, കാരണം നല്ല ടേസ്റ്റാണ് മല്ലിയിലയും കൂടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു കറിക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വയ്ക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ചൂടൊന്നും പോകത്തില്ല, അന്നേരം സെർവ് ചെയ്യാം. കാരണം നമ്മൾ ഏതൊരു കറി, ഇപ്പോൾ മീൻകറി ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയ ഉടനെ നമ്മൾ അങ്ങോട്ട് സെർവ് ചെയ്യരുത്. ഒരു അരമണിക്കൂർ ഒന്ന് അടച്ച് വെച്ച് അരപ്പൊക്കെ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അപ്പോഴേ ആ കറിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു രുചി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.